ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 14ാമത്തെ ഭാഗമാണ് കേട്ടോ. ബാക്കി ഭാഗങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. കല്യാണ ദിവസത്തെ പ്രഭാതം. ഇന്ദുവിൻ്റെ ആ ചെറിയ വീട്ടിൽ ഇന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. മുറ്റത്ത് ചെറിയൊരു പന്തലിട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചാണ് താലികെട്ടെങ്കിലും അതിനു മുൻപ് വരുന്നവർക്ക് ഇരിക്കാനും സദ്യ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ആ പന്തൽ. കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയായി അവിടെ നല്ല തിരക്കുണ്ട്. മുറിക്കുള്ളിൽ ഇന്ദുവിനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു മീര. ജാനകിയമ്മ കൊടുത്തയച്ച ആ ചുവന്ന കാഞ്ചീപുരം പട്ടുസാരി ഉടുത്ത് കഴുത്തിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുകയാണ് ഇന്ദു. മീര അവളുടെ മുടിയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ കണ്ണാടിയിലെ ആ പ്രതിബിംബം കണ്ട് ഇന്ദുവിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി സന്തോഷം പോലും ഉണ്ടായിരുന്നില്ല. കഴുത്തിൽ കിടക്കുന്ന ആ സ്വർണമാലകൾക്ക് വല്ലാത്തൊരു ഭാരമുള്ളതുപോലെ അവൾക്ക് തോന്നി. എടി ഇന്ദു, നീ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചാ മേക്കപ്പ് ശരിയാവില്ല കേട്ടോ, ഒന്ന് ചിരിക്കടി. മീര അവളുടെ കവിളിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്ദു കണ്ണാടിയിലൂടെ മീരയെ നോക്കി. എനിക്ക് വല്ലാതെ പേടിയാകുന്നു മീരെ. നെഞ്ചിടിപ്പ് കൂടിയിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ആ കാശി സാറിൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ എങ്ങനെയാടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുക? ഇന്ദുവിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മീര അവളുടെ തോളിൽ കൈവച്ചു. എടി മണ്ടി, കല്യാണ പെണ്ണായ എല്ലാവർക്കും ഉള്ള ടെൻഷനാ ഇതൊക്കെ. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് പേടിക്കാതെ. ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ആ രാജേഷ് നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ ഓടി വന്ന് നിന്നെ രക്ഷിച്ച ആളല്ലേ കാശി സാറ്. അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാകേണ്ടേ ആ മനസ്സിൽ നിന്നെക്കുറിച്ച് മോശമായിട്ടൊന്നുമില്ലെന്ന്. പിന്നെ ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ ആരും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും. നീ ഇപ്പൊ ധൈര്യമായിട്ടിരിക്കി. ഇന്ദു ഒരു ദീർഘനിശ്വാസം എടുത്തു. എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല മീറിയ സങ്കടം. എൻ്റെ അച്ഛനും അമ്മയും അവരെ തനിച്ചാക്കിയിട്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴെനിക്ക്. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഡീ ഡി നീ കരയല്ലേ, മേക്കപ്പ് പോകും. മീര വേഗം ഒരു ടിഷ്യൂ എടുത്ത് അവളുടെ കണ്ണിൻ്റെ കോൺ തുടച്ചു. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ സന്തോഷം നീ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി ചെല്ലുന്നതാ. അവരെ നോക്കാൻ ഞാനൊക്കെ ഇവിടെ ഇല്ലേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വാ, അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങാം. സമയമായി. മീര അവളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. സർവാഭരണ വിഭൂഷിതയായി ഒരു യഥാർത്ഥ കല്യാണ പെണ്ണായി ഇന്ദു മുറിക്ക് പുറത്തേക്ക് വന്നു. ഹാളിൽ ഒരു കസേരയിൽ രാഘവൻ ഇരിപ്പുണ്ടായിരുന്നു. അസുഖത്തിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും ഇന്ന് ആ മുഖത്ത് വലിയൊരു സന്തോഷം കാണാമായിരുന്നു. സാവിത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇന്ദു നടന്നു വരുന്നത് കണ്ട് രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു. എൻ്റെ കുട്ടിയെ കാണാൻ എന്തു ഭംഗിയാ സാവിത്രി. രാഘവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇന്ദു മെല്ലെ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ചു. രാഘവൻ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ നെറുകയിൽ തലോടി. ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാ മോളെ ഇത്. നീ ആ വലിയ വീട്ടിലേക്ക് വലതുകാൽ വച്ച് കയറുന്നത് കാണാനാണ് ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് തന്നെ. നിനക്കിനി അവിടെ ഒരു കുറവും ഉണ്ടാകില്ല. എല്ലാം ഈശ്വരൻ നല്ലതുപോലെ നടത്തും, രാഘവൻ വിതുമ്പലോടെ പറഞ്ഞു. സാവിത്രിയും അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. സന്തോഷമായിട്ടിരിക്കണം മോളെ, എന്തൊക്കെ വന്നാലും തളരരുത്. ഇന്ദുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ വയ്യമ്മേ. അയ്യേ, ഇതൊക്കെ എന്ത് പണിയാ ഇന്ദു? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായി മേക്കപ്പ് ഇട്ടത്, നീ അത് മുഴുവൻ ഒഴുക്കിക്കളഞ്ഞോ? മീര ചിരിച്ചുകൊണ്ട് അവളെ അവിടെ നിന്ന് പതുക്കെ മാറ്റി നിർത്തി കണ്ണുനീർ തുടച്ചു കൊടുത്തു.
അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് നാദസ്വരത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ചെക്കനും കൂട്ടരും എത്തി, വണ്ടികള് അമ്പലത്തിന്റെ മുറ്റത്ത് കയറിയിട്ടുണ്ട്. അത് കേട്ടതും ഇന്ദുവിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവളുടെ കാലുകൾക്ക് പെട്ടെന്ന് ഭാരം വെച്ചതുപോലെ തോന്നി. മീര അവളുടെ കൈ മുറുകെ പിടിച്ചു. ധൈര്യമായിട്ട് വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അമ്പലമുറ്റത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അലങ്കരിച്ച വണ്ടികളിൽ നിന്ന് ഹരിശ്രീയിലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. ഏറ്റവും മുന്നിലായി ജാനകി അമ്മയും മുത്തശ്ശിയുമുണ്ട്. അതിനു പിന്നിലത്തെ കാറിൽ നിന്നാണ് കാശിനാഥൻ ഇറങ്ങിയത്. കടും ചന്ദന നിറത്തിലുള്ള പട്ടു ഷർട്ടും കസവും മുണ്ടുമുടുത്ത് തലമുടി ഒതുക്കി ചീകി ആ പഴയ കലിപ്പൻ ലുക്കൊക്കെ മാറ്റി ഒരു യഥാർത്ഥ തമ്പുരാനെ പോലെ അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ആ നിൽപ്പ് കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. പക്ഷേ ആ മുഖത്ത് ഇപ്പോഴും ഒരു ഗൗരവം തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അവന്റെ തൊട്ടടുത്ത് തന്നെ കൂട്ടുകാരൻ വിവേകുമുണ്ട്. വിവേക് കാശിയുടെ തോളിൽ തട്ടി പതുക്കെ പറഞ്ഞു, എടാ കലിപ്പാ, ഈ നാട്ടുകാർ മുഴുവൻ നിന്നെ നോക്കുക. ആ മുഖത്തെ ഗൗരവമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു കല്യാണ ചെക്കനാണെന്ന് തോന്നിക്ക്, ഒന്ന് ചിരിക്കടാ. കാശി വിവേകിനെ ഒന്ന് തുറച്ചു നോക്കി. ഡാ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അവൾക്ക് എന്നെ ഇഷ്ടമാകുമോ, അവൾ എന്ത് വിചാരിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ പേടിക്കാതെടാ, എല്ലാം ശരിയാവും, നീ വാ. വിവേക് അവനെ നിർബന്ധിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അലങ്കരിച്ച കല്യാണ മണ്ഡപത്തിൽ കാശി പോയിരുന്നു. വിവേക് തൊട്ടടുത്ത് തന്നെ അവന് കൂട്ടായിരിപ്പുണ്ട്. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ജാനകി അമ്മയും മുത്തശ്ശിയും ബന്ധുക്കളുമൊക്കെ ചുറ്റും നിൽപ്പുണ്ട്. ശാരദ ഒരു മൂലയ്ക്ക് പുച്ഛത്തോടെ ഇതൊക്കെ നോക്കി നിൽക്കുന്നു. കാശിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അമ്പലത്തിന്റെ വഴിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവളുടെ വരവും കാത്ത് അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് നാദസ്വരത്തിന്റെ താളം മാറിയത്. അമ്പലത്തിന്റെ വഴിയിലൂടെ ഇന്ദു വരുന്നത് എല്ലാവരും കണ്ടു. രണ്ടു വശത്തും മീരയും മറ്റു ബന്ധുക്കളും ചേർന്ന് അവളെ പിടിച്ചു നടത്തുകയാണ്. ചുവന്ന പട്ടുസാരി ഉടുത്ത് തല കുനിച്ച് നിറ കണ്ണുകളോടെയാണ് അവൾ നടന്നു വന്നത്. കാശി ആദ്യമായിട്ടാണ് അവളെ ഇങ്ങനെ കാണുന്നത്. അവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ആ കണ്ണുകളിലെ തിളക്കമോ നാണമോ അല്ല, മറിച്ച് വലിയൊരു ഭയവും സങ്കടവുമാണ് ആ മുഖത്തുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പക്ഷെ അവൻ മുഖത്ത് യാതൊരു ഭാവവും കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ നിന്നു. ഇന്ദുവിന്റെ അവസ്ഥ വല്ലാത്തതായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൾക്ക് പേടിയായിരുന്നു. ആ മണ്ഡപത്തിലിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ മണ്ഡപത്തിലേക്ക് കയറി. പൂജാരി പറഞ്ഞതുപോലെ കാശിയുടെ വലതുവശത്തായി മീര അവളെ കൊണ്ടിരുത്തി. കാശി വളരെ പതുക്കെ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കി. പക്ഷെ ഇന്ദു അപ്പോഴും താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ വിറയ്ക്കുന്ന കൈകളും നിറഞ്ഞ കണ്ണുകളും അവൻ കണ്ടു. അവളുടെ മനസ്സിൽ തന്നോട് എത്രമാത്രം ഭയവും വെറുപ്പും ഉണ്ടാകുമെന്ന് ഓർത്ത് കാശിയുടെ മുഖം വീണ്ടും വീണ്ടും വലിഞ്ഞു മുറുകി. അവൻ നോട്ടം മാറ്റി മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുകയോ ചിരിക്കുകയോ ചെയ്തില്ല. ആ മണ്ഡപത്തിൽ വല്ലാത്തൊരു മൗനവും അകൽച്ചയും തളം കെട്ടി നിന്നു. ഇനി താലിയെടുക്കാം, പൂജാരി പറഞ്ഞു. ജാനകിയമ്മ താലിയെടുത്ത് കാശിയുടെ കൈകളിലേക്ക് കൊടുത്തു. സ്വർണ്ണ തളികയിൽ വെച്ച ആ താലിമാല കയ്യിലെടുത്തപ്പോൾ കാശിയുടെ കൈകൾ അറിയാതെ ഒന്ന് വിറച്ചു. പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കൂ, പൂജാരിയുടെ ശബ്ദം കേട്ടു ഇന്ദു ഞെട്ടി ഉണർന്നു. മീര അവളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു നിർത്തി. കാശിയും എഴുന്നേറ്റ് നിന്നു. നാദസ്വരത്തിന്റെ ശബ്ദം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. മുഹൂർത്തമായി. കാശി ആ താലിമാലയുമായി ഇന്ദുവിന് നേരെ തിരിഞ്ഞു. ഇന്ദു ആകെ ഒരു വിറയലോടെ താഴേക്ക് നോക്കി നിന്നു. കാശി അവളുടെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ
തികച്ചും യാന്ത്രികമായി ആ താലിമാല അവളുടെ കഴുത്തിൽ ചാർത്തി. ആ സമയത്ത് ഇന്ദു പേടിയോടെയും നിറഞ്ഞ കണ്ണുകളോടെയും ഒരിക്കൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ കാശിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. ആ കണ്ണുകളിലും ആ ഗൗരവം തന്നെയായിരുന്നു. മീരയും വിവേകും ചേർന്ന് അവരെ സഹായിച്ചു. കാശിയുടെ വിറയ്ക്കുന്ന വിരലുകൾ അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ആ ഒരു നിമിഷം ഇന്ദു കണ്ണുകൾ ഇറുകെ അടച്ച് ശ്വാസം പിടിച്ചു നിന്നു. അതെ, അവളിനി കാശിനാഥൻ്റെ സ്വന്തം, ഹരിശ്രീയിലെ തമ്പുരാട്ടി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആ പുതിയ അധ്യായത്തിലേക്ക് അവൾ യാതൊരുവിധ പ്രതീക്ഷകളുമില്ലാതെ കാൽ വയ്ക്കുകയായിരുന്നു. ചുറ്റും ആളുകൾ കൈയടിക്കുമ്പോഴും ആ മണ്ഡപത്തിലെ ആ ഒരു ചെറിയ അകൽച്ചയും മൗനവും ആ വിവാഹത്തിന് വല്ലാത്തൊരു ഭാരമുണ്ടാക്കുന്നുണ്ടായിരുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അവർ രണ്ടുപേരും അമ്പലത്തിലെ പ്രദക്ഷിണം വെച്ചു. ചുറ്റും കൂടി നിന്ന ബന്ധുക്കളും നാട്ടുകാരും പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും ആ നവവധുവിൻ്റെയും വരൻ്റെയും മുഖത്ത് യാതൊരുവിധ സന്തോഷത്തിൻ്റെയോ പുഞ്ചിരിയുടെയോ നിഴല് പോലും ഉണ്ടായിരുന്നില്ല. ആ ഭയവും സങ്കടവും മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇന്ദുവിൻ്റെ മനസ്സിൽ. താനിനി ജീവിക്കാൻ പോകുന്ന ആ വലിയ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓർത്ത് അവളുടെ നെഞ്ചു പിടച്ചു. കാശിയാകട്ടെ അവളെ നോക്കാൻ പോലും നിൽക്കാതെ തികച്ചും ഗൗരവത്തിൽ എല്ലാ ചടങ്ങുകളിലും സംബന്ധിച്ചു. അവളുടെ മുഖത്തെ ആ ഭയവും കണ്ണീരും കാശിയുടെ ഉള്ളം നീറ്റുന്നുണ്ടായിരുന്നു. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ സങ്കടത്തിലായല്ലോ എന്നൊരു കുറ്റബോധം അവനുള്ളിൽ ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിലും അത് പുറത്തു കാണിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനി ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമായി. യാത്ര പറയുന്ന ആ നിമിഷം ഇന്ദുവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സാവിത്രിയും രാഘവനും അവളുടെ അരികിലേക്ക് വന്നു. അസുഖത്തിൻ്റെ അവശതയിലും രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളെ. രാഘവൻ വിറയ്ക്കുന്ന കൈകളോടെ ഇന്ദുവിൻ്റെ തലയിൽ തൊട്ടു. നീ സന്തോഷമായിട്ടിരിക്കണം. ആ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇന്ദുവിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. എനിക്ക് നിങ്ങളെ വിട്ടു പോരാൻ വയ്യ അച്ഛാ. സാവിത്രിയും കരഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ കണ്ണീർ തുടച്ചു കൊടുത്തു. അയ്യോ മോളെ, കരയാതെ. കല്യാണ പെണ്ണിങ്ങനെ കരയാൻ പാടില്ല. നീ നല്ല കുട്ടിയായിട്ട് പോയിട്ട് വാ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. മീര ഓടിയെത്തി ഇന്ദുവിനെ സമാധാനിപ്പിച്ചു. എടീ, നീ എന്തിനങ്ങനെ കരയുന്നേ? ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛനെയും അമ്മയും നോക്കിക്കോളാം. നീ സമാധാനമായിട്ട് പോ. ജാനകി അമ്മ വളരെ സ്നേഹത്തോടെ വന്ന് ഇന്ദുവിൻ്റെ തോളിൽ കൈവച്ചു. സാവിത്രി, കരയാതിരിക്കെ. ഇവൾ ഞങ്ങളുടെ കൂടെ സുരക്ഷിതയായിരിക്കും. ഇനി ഇവളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. തുടർന്ന് കാശിയുടെ അടുത്തേക്ക് പോകാൻ സമയം വന്നു. കാശി അപ്പോഴേക്കും കുറച്ചു മാറി ഗൗരവത്തോടെ നിൽക്കുകയായിരുന്നു. ജാനകിയമ്മയാണ് ഇന്ദുവിനെ കാറിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കാശി യാതൊരു ഭാവമാറ്റവുമില്ലാതെ കാറിൻ്റെ ഡോർ തുറന്ന് അവരെ അകത്തേക്ക് കയറ്റി. വണ്ടികൾ ഓരോന്നായി ഹരിശ്രീ എന്ന വലിയ തറവാട് ലക്ഷ്യമാക്കി നീങ്ങി. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ജാനകിയമ്മയും മുത്തശ്ശിയും ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും കാശിയും ഇന്ദുവും തമ്മിൽ യാതൊരു സംസാരവും ഇല്ലായിരുന്നു. ഇന്ദു ജനലിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണീർ തുടച്ചുകൊണ്ടിരുന്നു. കാശി സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഗൗരവത്തിൽ വണ്ടി ഓടിച്ചു. എങ്കിലും അവൻ്റെ ഇടം കണ്ണിൻ്റെ നോട്ടം മുഴുവൻ ആ കാറിൻ്റെ പിൻസീറ്റിൽ തളർന്നിരിക്കുന്ന ഇന്ദുവിന് മേൽ തന്നെയായിരുന്നു. അവളുടെ ആ നിശബ്ദമായ കരച്ചിൽ അവൻ്റെ നെഞ്ചിൽ വലിയൊരു ഭാരമായി അമരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വണ്ടി ഹരിശ്രീയുടെ വലിയ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. മുറ്റത്ത് വന്നു നിന്ന ആ കാറ് കണ്ട് ചുറ്റും കൂടിയിരുന്ന ബന്ധുക്കളൊക്കെ അരികിൽ വന്നു. ജാനകി അമ്മയും മുത്തശ്ശിയും ആദ്യം പുറത്തേക്കിറങ്ങി.
പിന്നെ കാശി വന്ന് ഇന്ദുവിൻ്റെ വശത്തെ ഡോറ് തുറന്നു കൊടുത്തു. ഇന്ദു വിറയ്ക്കുന്ന കാലുകളോടെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മുന്നിൽ നിൽക്കുന്ന ആ വലിയ പ്രൗഢിയുള്ള വീട്, ഹരിശ്രീ. അതിൻ്റെ വലിയ ഉമ്മറത്തേക്ക് നോക്കിയപ്പോൾ ഇന്ദുവിൻ്റെ ശ്വാസം ഒന്നുകൂടി നിലച്ചുപോയി. ഇനി താൻ ജീവിക്കാൻ പോകുന്ന, തൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടാൻ പോകുന്ന ആ തടവറയിലേക്ക് അവൾ കാലെടുത്ത് വയ്ക്കുകയാണ്. മുത്തശ്ശി ആചാരപ്രകാരം ആരതിയൊക്കെ ഒഴിഞ്ഞ് കുങ്കുമം തൊടുവെച്ച് ഇന്ദുവിനെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. വരൂ മോളെ, വലതുകാൽ വെച്ച് അകത്തേക്ക് കയറൂ. ഇന്ദു മടിച്ചു മടിച്ച് ആ പടി കയറി. അകത്തേക്ക് കയറിയ ഉടനെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ശാരദയുടെ ആ വഷളമായ ചിരിയും നോട്ടവും അവൾ കണ്ടു. ശാരദയുടെ മുഖത്തെ ആ പുച്ഛം ഇന്ദുവിൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തു കുത്തുന്നത് പോലെ തോന്നി. വന്നല്ലോ തമ്പുരാട്ടി എന്ന് ശാരദ മനസ്സിൽ പറയുന്നത് പോലെ അവൾ ഇന്ദുവിനെ ഒന്ന് ഇരുത്തി നോക്കി. ഇന്ദു തലകുനിച്ച് നിലത്തേക്ക് നോക്കി നിന്നു. ജാനകി അമ്മ അവളെ അകത്തെ വലിയ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എതിർപ്പുകളും അപവാദങ്ങളും കടപ്പാടുകളും നിറഞ്ഞ ആ പുതിയ ജീവിതത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ ആ വലിയ വീട്ടിൽ ഇന്ദുവിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയായിരുന്നു. വീട്ടിലെ വലിയ സ്വീകരണ മുറിയിൽ കുറച്ചുനേരം ഇരുന്നതിനു ശേഷം ജാനകി അമ്മ പതുക്കി ഇന്ദുവിൻ്റെ അരികിലേക്ക് വന്നു. വൈകുന്നേരം ചെറിയൊരു റിസപ്ഷൻ ചടങ്ങുകൾ വെച്ചിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ട സമയമായി. മോളെ ഇന്ദു, നീ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ട. വൈകിട്ടുള്ള റിസപ്ഷന് വേണ്ടി ഒന്ന് റെഡിയാവാൻ നോക്ക്. ഞാനൊരു ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൾ പുറത്ത് വണ്ടിയിൽ വന്നിട്ടുണ്ട്, ജാനകി അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ട് ഇന്ദു അല്പം ബഹുമാനത്തോടെ ശരി മാഡം എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജാനകി അമ്മ അവളുടെ കൈകളിൽ പിടിച്ച് തടഞ്ഞു. എന്താ മോളെ, നീ എന്നെ എന്താ വിളിച്ചേ? മാഡെന്നോ? ഇനി മാഡെന്ന് വിളിക്കരുത്. സ്വന്തം അമ്മയെപ്പോലെ ഇനി എന്നെ കാണണം. ഞാൻ നിന്റെ അമ്മയാണ്. അപ്പോൾ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി, കേട്ടല്ലോ? ആ, നിന്റെ അമ്മ സാവിത്രിയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ എന്നെ ആ രീതിയിൽ നീ കാണേണ്ടതില്ല. നിന്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടാൽ മതി. അമ്മ എന്ന് വിളിച്ചാൽ മതി. ഈ വീട്ടിലെല്ലാവരും മോൾക്കിനി അങ്ങനെ തന്നെയാണ്, ജാനകി അമ്മ വളരെ വാത്സല്യത്തോടെ പറഞ്ഞു. ജാനകി അമ്മയുടെ വലിയ മനസ്സും സ്നേഹവും കണ്ടപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ തലയാട്ടി ശരി അമ്മേ എന്ന് പറഞ്ഞു. ആ അമ്മയുടെ സ്നേഹം ആ പാവം പെൺകുട്ടിയുടെ മനസ്സിലെ ഭാരത്തിന് ചെറിയൊരു ആശ്വാസമായി തോന്നി. ജാനകി അമ്മ അവളെ ആ വലിയ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെട്ടിത്തിളങ്ങുന്ന കണ്ണാടിയും വലിയ അലമാരയും ഒക്കെ ഉണ്ട്. തൊട്ടു പിന്നാലെ ആ ബ്യൂട്ടീഷ്യൻ പെട്ടിയുമായി അകത്തേക്ക് കയറി വന്നു. വലിയൊരു പ്രശസ്തമായ ബ്യൂട്ടി പാർലറിലെ ആളാണ്. അവർ ചിരിച്ചുകൊണ്ട് ഇന്ദുവിനെ കസേരയിലിരുത്തി മേക്കപ്പ് ജോലികൾ തുടങ്ങി. അല്പനേരത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ബ്യൂട്ടീഷ്യൻ ആ വലിയ കവർ തുറന്നു. അതിൽ നിന്ന് ഒരു റിസപ്ഷൻ ഗൗൺ പുറത്തെടുത്തു. മനോഹരമായ നെറ്റ് വർക്കുകളും തിളങ്ങുന്ന സ്റ്റോൺ വർക്കുകളും ഒക്കെയുള്ള ആകാശനീല നിറത്തിലുള്ള ഒരു അടിപൊളി ഗൗൺ. ഇത്രയും വില കൂടിയതും മനോഹരവുമായ ഒരു ഗൗൺ ഇന്ദു തൻ്റെ ജീവിതത്തിൽ അതുവരെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം അണിയിക്കാൻ നല്ല കട്ടിയുള്ള തിളങ്ങുന്ന ഡയമണ്ട് നെക്ലേസും അതിന് മാച്ചായ കമ്മലുകളും അവൾ എടുത്തു വച്ചു. ഇതൊക്കെ എനിക്ക്? ഇന്ദു അത്ഭുതത്തോടെയും അല്പം പരിങ്ങലോടെയും ചോദിച്ചു. പിന്നല്ലാതെ വേറെ ആർക്കാ കുട്ടി? ജാനകിയമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. ഇതിട്ട് കഴിഞ്ഞാൽ മോൾക്കൊരു മാലാഖയുടെ ലുക്കായിരിക്കും ട്ടോ. ബ്യൂട്ടീഷ്യൻ ചിരിച്ചുകൊണ്ട് അവളെ ഒരുക്കാൻ തുടങ്ങി. അതേസമയം തൊട്ടടുത്തുള്ള മറ്റൊരു മുറിയിൽ റിസപ്ഷന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു കാശി. ആ ഗൗണിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരു കറുത്ത സ്യൂട്ടും അതിനു ചേരുന്ന ബ്ലൂ ടൈയുമാണ് കാശി ധരിച്ചിരുന്നത്.
കൂടെ വിവേകുമുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചെയ്ത് ഒതുങ്ങി നിൽക്കുന്ന കാശിയെ കണ്ട് വിവേക് ഒന്ന് വിസിലടിച്ചു. എടാ മോനെ കാശി, നീ കൊള്ളാലോടാ. ആ പെൺകുട്ടി നിന്നെ കണ്ട് മയങ്ങി വീഴുന്ന ഉറപ്പാ, വിവേക് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കാശി യാതൊരു ഭാവവുമില്ലാതെ ഗൗരവത്തിൽ കണ്ണാടിയിൽ നോക്കി തൻ്റെ മുടി ശരിയാക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ ഇന്ദു തന്നെയായിരുന്നു. അവൾക്ക് അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ, അവൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ആദ്യമായിരുന്നു അവന്. ഇന്ദുവിൻ്റെ മുറിയിൽ മേക്കപ്പും ആഭരണങ്ങളുമൊക്കെ ആയിട്ട് ആ ഗൗണും ധരിച്ച് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു അവളെ കാണാൻ. അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് ശാരദ അകത്തേക്ക് കയറി വന്നത്. അവരുടെ മുഖത്ത് എപ്പോഴും കാണുന്ന ആ പുച്ഛത്തിൻ്റെ ചിരിയുണ്ടായിരുന്നു. ശാരദ നേരെ വന്ന് ഇന്ദുവിൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ ഒന്ന് പാളി നോക്കി. ആ ഗൗണിലേക്കും കഴുത്തിൽ കിടക്കുന്ന ഡയമണ്ട് നെക്ലസിലേക്കും നോക്കിക്കൊണ്ട് അവർ ഉറക്കെ ചിരിച്ചു. ഹോ, എന്തൊരു കോലമായത്! ഈ നീല ഗൗണും അതിലെ കട്ടി കൂടിയ ഡയമണ്ട് മാലയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും പൈസയുള്ള വില കൂടിയൊരു ഗൗണ് നീ നിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടാവില്ല അല്ലേ? അതല്ലേ മുഖത്താകെ ഒരു അമ്പരപ്പൊക്കെ കാണുന്നത്, ശാരദ പരിഹാസത്തോടെ പറഞ്ഞു. ഇന്ദുവിൻ്റെ മുഖം ആ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് വാടിപ്പോയി. അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു. ശാരദ കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് വിഷം ചീറ്റി. നിന്റെയൊക്കെ ഒരു ഭാഗ്യം, ഇങ്ങനെയൊക്കെ വലിയ വീട്ടിലെ ചെക്കന്മാരെ കറക്കി വീഴ്ത്തി ഇവിടെ വന്ന് കയറാൻ നീ കാണിച്ച ആ ഒരു അടവ് സമ്മതിക്കണം. വെറും ദാരിദ്ര്യത്തിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ സ്വത്തുക്കളും പണവും കണ്ട് കണ്ണ് തള്ളിയിരിക്കാവോ നീ ഇപ്പോ? ഹരിശ്രീയുടെ മരുമകളാകാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? ആ വാക്കുകൾ ഇന്ദുവിൻ്റെ നെഞ്ചിൽ ഒരു കൊളുത്തു കുത്തുന്നത് പോലെ തോന്നി. പണത്തിൻ്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ വിറച്ചു. ശാരദ അതുകൊണ്ട് ഒന്നുകൂടി പുച്ഛിച്ചു. ഓ, അതിനിടയിൽ കണ്ണീരും വന്നോ? ഓരോരോ അടവുകളെ, അവളുടെ നിൽപ്പ് കണ്ടില്ലേ? അതും പറഞ്ഞ് ശാരദ അവിടെ നിന്നും ഒരു വഷളൻ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശാരദ പോയതും ഇന്ദുവിൻ്റെ നിയന്ത്രണം വിട്ടു. അവളുടെ കണ്ണീർ കവളിലൂടെ താഴത്തേക്ക് ഒഴുകി. അവൾ വേഗം കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് വിതുമ്പി. അവിടെ നിന്നിരുന്ന ആ ബ്യൂട്ടീഷ്യന് ഇന്ദുവിനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവൾ വേഗം ടേബിളിലിരുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് ഇന്ദുവിൻ്റെ അരികിലേക്ക് വന്നു. മോള് കരയരുത്, ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാ. ഇത്രയും നല്ലൊരു ഗൗൺ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കല്ലേ മോളെ, മേക്കപ്പൊക്കെ പോവും. ആ ബ്യൂട്ടീഷ്യൻ സ്നേഹത്തോടെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഇന്ദു ഒരു വലിയ ദീർഘനിശ്വാസമെടുത്ത് തൻ്റെ സങ്കടം കടിച്ചമർത്തി. കണ്ണുനീരൊക്കെ തുടച്ച് ആ ഗൗണ് ശരിയാക്കി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. റിസപ്ഷൻ നടക്കുന്ന വലിയ ഹാളിലേക്ക് പോകാൻ വേണ്ടി വരാന്തയിലൂടെ നടന്നു തുടങ്ങിയതേയുള്ളൂ. അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ നിന്ന് കാശിയും വിവേകും പുറത്തേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്നാണ് വിവേകിൻ്റെ കണ്ണുകൾ ഇന്ദുവിൻ്റെ മേൽ പതിഞ്ഞത്. ആ നീല ഗൗണിൽ നിൽക്കുന്ന സുന്ദരിയായ ഇന്ദുവിനെ കണ്ട് വിവേക് ഒന്ന് നോക്കി നിന്നുപോയി. ഒപ്പം കാശിയും അവളെ നോക്കി. പക്ഷെ കാശിയുടെയും വിവേകിൻ്റെയും കണ്ണുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇന്ദുവിൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലാണ്. അവൾ കരഞ്ഞിരുന്നു എന്ന് ആ മുഖം കണ്ടാൽ വ്യക്തമായി അറിയാമായിരുന്നു. വിവേക് വേഗം ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു. പരിചയപ്പെടാനുള്ള ഒരുക്കത്തോടെ അവൻ പറഞ്ഞു, ഹായ് ഇന്ദു, ഞാൻ വിവേകാണ്. നീ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ കാശിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതാണ്. വിവേക് സൗഹൃദപരമായി സംസാരിച്ചപ്പോൾ ഇന്ദു ഒന്ന് തലയാട്ടി നേരിയതായി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരിക്കപ്പുറം അവളുടെ കണ്ണിലെ ആ സങ്കടം മാറിയിരുന്നില്ല. അത് വിവേകിനും കാശിക്കും പെട്ടെന്ന് മനസ്സിലായി. വിവേകിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു,
അയ്യോ എന്തു? എന്താ പറ്റി? നീ കരഞ്ഞോ? വീട്ടിലെ കാര്യങ്ങളോർത്ത് ടെൻഷനുണ്ടോ? എന്തു പറ്റി? എന്താ സംഭവിച്ചേ? വിവേക് ചോദിക്കുന്നത് കേട്ട് കൂടെ നിന്നിരുന്ന ആ ബ്യൂട്ടീഷ്യൻ വേഗം മുന്നോട്ട് വന്നു. അവർക്ക് ശാരദ ചെയ്തത് കണ്ടിട്ട് നല്ല ദേഷ്യം വന്നിരുന്നു. അവർ കാശിയോടും വിവേകിനോടുമായി പറഞ്ഞു, അത് സാറേ, കുറച്ച് സമയം മുമ്പ് ഈ വീട്ടിലൊരു ആൻറ്റി ഇങ്ങോട്ട് വന്നിരുന്നു. വന്നിട്ട് മോളെ വല്ലാതെ കുത്തി വിഷമിപ്പിച്ചു. പണത്തിൻ്റെ കുറവുകളെക്കുറിച്ചും മറ്റും പറഞ്ഞ് മോളെ ഒരുപാട് വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ കുട്ടി കരഞ്ഞത്. ആ ബ്യൂട്ടീഷ്യൻ അത്രയും പറഞ്ഞു നിർത്തിയതേയുള്ളൂ. കാശിയുടെ ഭാവം പെട്ടെന്ന് മാറി. അവിടെ വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. അവൻ്റെ 2 കൈകളിലെയും മുഷ്ടി ഇരുമ്പ് പോലെ മുറുകി. കഴുത്തിലെ ഞരമ്പുകൾ പുളഞ്ഞു. ആ വീട്ടിൽ വെച്ച് തൻ്റെ പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിച്ചുവെന്ന സത്യം കാശിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവൻ്റെ കണ്ണിലെ ആ ഭാവം കണ്ടാൽ ആരും ഒന്ന് ഭയന്നു പോകുമായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം. ബൈ.